നമസ്കാരം. അമേരിക്കൻ തീരദേശ സേനയും നാവികസേനയും ചേർന്ന് വെനസ്വേലയുടെ തീരത്ത് വെച്ച് ഒരു വലിയ എണ്ണ ടാങ്കർ പിടിച്ചെടുത്തതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയ്ക്കെതിരായ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന നീക്കമായിട്ടാണ് ഈ നടപടി വിലയിരുത്തപ്പെടുന്നത്. വെനസ്വേലയിലെ എണ്ണ ടാങ്കർ പിടിച്ചെടുത്ത സംഭവം ഒറ്റപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കമായി കാണാൻ കഴിയില്ല. ട്രംപ് ഭരണകൂടത്തിന്റെ സ്വഭാവമെന്ന നിലയിൽ ലോകം വർഷങ്ങളായി കണ്ടുവരുന്ന അഹങ്കാരത്തിന്റെ, അനിയന്ത്രിത തീരുമാനങ്ങളുടെ, അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളെ തള്ളിക്കളയുന്നതിന്റെയും തുടർച്ചയാണിതെന്ന് പറയേണ്ടി വരും. അധികാരം കൈവശമുണ്ടെന്ന ഒന്നുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രത്തിന്റെ നയതന്ത്രാവകാശങ്ങളെ നിഷേധിക്കാമെന്ന് വിശ്വസിക്കുന്ന ഭരണകൂടങ്ങൾ മനുഷ്യരാശിയുടെ പുരോഗതിക്കു തന്നെ ഭീഷണിയാണ്. ഈ നടപടി കരീബിയൻ കടലിൽ ഒരു സമ്പൂർണ്ണ ഉപരോധത്തിലേക്കും വൻ സംഘർഷത്തിലേക്കും വഴി തുറക്കുമോ എന്ന ഭീതി ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളിൽ മുഴുവൻ ശക്തമായിരിക്കുകയാണ്. വെനസ്വേലയുടെ തീരത്ത് US സൈന്യം അടുത്തിടെയായി വൻതോതിൽ സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മയക്കുമരുന്ന് കടത്തിനെതിരെ എന്ന പേരിലാണ് കരീബിയൻ മേഖലയിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിരിക്കുന്നത്. എന്നാൽ ടാങ്കർ പിടിച്ചെടുത്തതോടെ മഡൂറോ സർക്കാരിനെ പൂർണ്ണമായി സാമ്പത്തികമായി തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക കരീബിയൻ കടലിൽ പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്താനുള്ള ശ്രമത്തിലാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. വെനസ്വേലൻ അധികൃതർ ഈ നീക്കത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി മേഖലയിലെ സ്ഥിതിഗതികൾ. ഈ നടപടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശീതയുദ്ധത്തിന് കൂടുതൽ ആക്കം കൂട്ടുമെന്ന് എന്തായാലും ഉറപ്പാണ്. ട്രംപ് നിരന്തരം പിന്തുടരുന്ന ഭീഷണി, നയതന്ത്രം, സൈനിക സാമ്പത്തിക സമ്മർദ്ദം, അന്യരാഷ്ട്രങ്ങളുടെ സ്വാതന്ത്ര്യത്തോട് നേരിട്ട് നടത്തുന്ന വെല്ലുവിളി, ഇവയെല്ലാം ചേർന്നാൽ ലോകം ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്തപരമായ നേതൃത്വത്തിന്റെ വിരുദ്ധ രൂപമാണ് കാണാൻ കഴിയുന്നത്. വെനസ്വേലയുടെ ടാങ്കർ പിടിച്ചെടുത്തത് അന്താരാഷ്ട്ര വേദിയിൽ അമേരിക്കൻ വിശ്വാസ്യതയെ തന്നെ തകർത്ത ഒരു പ്രവർത്തനമായി ചരിത്രത്തിൽ രേഖപ്പെടും. അമേരിക്കൻ ജനങ്ങളോ ലോകരാജ്യങ്ങളോ ഇത്തരത്തിലുള്ള ഭരണരീതിയെ ഒരിക്കലും സ്വീകാര്യമെന്ന് കരുതില്ല. സമാധാനവും സാമ്പത്തിക സ്ഥിരതയും സംരക്ഷിക്കേണ്ട ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നായ അമേരിക്ക ട്രംപിനെ പോലുള്ള നേതാക്കളുടെ കൈകളിൽ നാശകാരിയായ രാഷ്ട്രീയ ഉപകരണമായി മാറുന്നത് ലോകം ആശങ്കയോടെ കാണുകയാണ്. പിടിച്ചെടുത്തത് വളരെ വലിയൊരു എണ്ണ ടാങ്കർ ആണെന്നും ഇതുവരെ അമേരിക്ക പിടിച്ചെടുത്തതിൽ വെച്ച് ഏറ്റവും വലുതാണിതെന്നും ട്രംപ് വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. US ഉപരോധം ലംഘിച്ച് വെനസ്വേലയിൽ നിന്നും ഇറാനിൽ നിന്നും എണ്ണ കടത്താൻ ഉപയോഗിച്ച കപ്പലാണിത് എന്നും US സ്ഥിരീകരിക്കുന്നുണ്ട്. തീവ്രവാദ സംഘടനകളെ പിന്തുണയ്ക്കുന്ന കള്ളക്കടത്ത് ശൃംഖലയിൽ കപ്പൽ ഉൾപ്പെട്ടിരുന്നു. USS ജെറാൾഡ് R. ഫോർഡ് എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്ന് ഹെലികോപ്റ്റർ വഴി ഉദ്യോഗസ്ഥരെ ടാങ്കറിൽ ഇറക്കിയാണ് കപ്പൽ പിടിച്ചെടുത്തത്. കപ്പലിലെ എണ്ണ അമേരിക്കൻ ഭരണകൂടം കണ്ടുകെട്ടുമെന്നും ട്രംപ് അറിയിച്ചു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വെനസ്വേലയ്ക്ക് സമീപമുള്ള കടൽ മേഖലയിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം ഗണ്യമായി വർദ്ധിപ്പിച്ചിരുന്നു. ഈ നടപടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ട്. എണ്ണ വ്യാപാര രംഗത്തെ നിരീക്ഷണ ഗവേഷണ സ്ഥാപനമായ കെപ്ലറിന്റെ അനുമാന പ്രകാരം ഇത് ഗയാനയുടെ പതാക വഹിക്കുന്ന സ്കീപ്പർ എന്ന കപ്പലാണ്. വമ്പൻ ക്രൂഡ് കാരിയർ അഥവാ VLCC ഗണത്തിൽപ്പെടുന്ന കപ്പലാണ്. നവംബർ പാതിയോടെ നിറച്ച 11 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഈ കപ്പലിലുണ്ട്. ക്യൂബ ലക്ഷ്യമാക്കിയായിരുന്നു കപ്പലിന്റെ യാത്രയെന്നും കരുതുന്നു. വെനസ്വേലയുടെ സ്വത്തിനെ പിടിച്ചെടുക്കുന്ന ഈ അഹങ്കാര വഴി ഒടുവിൽ അമേരിക്കയാണ് കൂടുതൽ ഒറ്റപ്പെടാൻ ഇടയാക്കുന്നത്. യഥാർത്ഥ നേതൃത്വം നീതിയിലും ബഹുമാനത്തിലും സഹകരണത്തിലുമാണെന്ന് ലോകം തിരിച്ചറിയുന്ന ഈ കാലഘട്ടത്തിൽ ട്രംപ് തന്റെ ഭരണകൂടത്തിലൂടെ യുദ്ധത്തിനുള്ള മുറവിളികളാണ് എപ്പോഴും ഉയർത്തുന്നത് എന്ന് പറയാതെ